നേതാവ് കെ എം ഷാജി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കൊച്ചി വിമാനത്താവളത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്. തത്സമയം ഈ പണമെങ്കിലും തിരിച്ചടക്കാനുള്ള മര്യാദയാണ് സത്യത്തിൽ സർക്കാർ കാണിക്കേണ്ടത്. അതേസമയത്ത് 2017 ഈ കേസ് നിലനിൽക്കുമെന്ന ഒരു ലോ അഡ്വൈസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പോയിരുന്നെങ്കിൽ നമുക്ക് ഒരു ന്യായം പറയാമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരിടത്ത് പോലും ന്യായമില്ലാത്തൊരു കേസുമായിട്ടാണ് പോയത്. സുപ്രീം കോടതി പറഞ്ഞത് ഇനി മേലിൽ ഈ കേസുമായിട്ട് ഈ വഴിക്ക് വരരുത്, ഇനി പിണറായിൻ്റെയും മോളെയും കേസുമായിട്ട് മാത്രം വന്നാൽ മതി എന്നുള്ള ആൾക്കാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇനി ആ കേസുമായിട്ട് അദ്ദേഹം നടക്കട്ടെ. എൻ്റെ കാര്യത്തിൽ ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചെറിയ ചെറിയ കേസുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കോർ കേസ് അവസാനിച്ചിരിക്കുന്നു എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ട് പറയുന്നത് വെച്ചാൽ ഇത് ഒരു പാഠം സാധാരണക്കാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരായ പൊതുപ്രവർത്തകരെ ഒക്കെ ഇങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത് നേരിടാനുള്ള അത്യാവശ്യം സാമ്പത്തികമായ ബലമുണ്ട്. എനിക്ക് പിന്നെ പ്രവർത്തകരായ ഒരുപടി ആളുകളുടെ പിൻബലമുണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരന് എന്താണ് ഇങ്ങനെ രാഷ്ട്രീയ പ്രതികാരം ചെയ്താൽ അനുഭവിക്കേണ്ടി വരിക? സുപ്രീം കോടതിയിൽ ഒരു പേപ്പർ എടുത്താൽ അവിടെ എത്രയാണ് നിങ്ങൾക്ക് വരുന്ന പൈസ എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇത് ശരിക്കും +2 കോഴക്കേസിൽ കെ എം ഷാജിക്കെതിരായ വിജിലൻസ് അന്വേഷണം റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തള്ളിയിരുന്നു. അതേക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.